പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രൈസ്തവർ അതിവിശുദ്ധമായി കരുതുന്ന ജെറുസലേമിലെ ഹോളി സെപ്പൾക്കർ ദേവാലയത്തിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. തിങ്കളാഴ്ച വൈകുന്നേരം ഹോളി സെപ്പൾക്കർ ദേവാലയം ലക്ഷ്യം വെച്ച് ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ജെറുസലേമിന് മുകളിൽ വെച്ച് ഇസ്രായേൽ വിജയകരമായി തകർത്തുവെങ്കിലും മിസൈലിന്റെ തകർന്ന ഭാഗങ്ങൾ ദേവാലയത്തിന് തൊട്ടടുത്തും പഴയ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പതിച്ചു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിനും പുനരുദ്ധാരണത്തിനും സാക്ഷ്യം വഹിച്ച ഇടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഹോളി സെപ്പൾക്കർ ദേവാലയത്തിനടുത്താണ് മിസൈൽ ഭാഗങ്ങൾ പതിച്ചത്. ദേവാലയത്തിനു പുറമെ അർമേനിയൻ പാത്രിയാർക്കേറ്റ്, ജൂത ക്വാർട്ടർ, അൽ അക്സ പള്ളി സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ മൗണ്ട് പരിസരം എന്നിവിടങ്ങളിലും മിസൈൽ അവശിഷ്ടങ്ങൾ വീണു. ഇറാൻ ഭരണകൂടം ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യം വയ്ക്കുകയാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അവർ ഒരുപോലെ അപകടത്തിലാക്കുന്നുവെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പരമാവധി സാധാരണക്കാരെ കൊന്നൊടുക്കുവാനും ചരിത്രപ്രധാനമായ ആരാധനാലയങ്ങൾ തകർക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിർമ്മിച്ച ഈ ദേവാലയം ക്രൈസ്തവ വിശ്വാസത്തിന് കേന്ദ്ര ബിന്ദുവാണ്. യേശുവിനെ അടക്കം ചെയ്ത കല്ലറ ഇവിടെയാണുള്ളത്. കത്തോലിക്ക സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, അർമേനിയൻ അപ്പസ്തോലിക് സഭ എന്നീ സഭകളുടെ കീഴിലാണ് ഈ ദേവാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വിശുദ്ധ നഗരത്തിന് നേരെയുള്ള ഈ ആക്രമണം ലോകമെമ്പാടുമുള്ള മതനേതാക്കളെയും വിശ്വാസികളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്.